അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മട്ടരി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള ഈ മട്ട അരിയാണ്. അപ്പം ഏത് കടയിൽ നിന്ന് വാങ്ങുന്ന മട്ട അരിയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ വെക്കും. അതുപോലെ കുതിർന്ന് കിട്ടും. ഇതിപ്പോൾ ഞാൻ 4-5 വെള്ളം അരി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ 2 മണിക്കൂർ മാത്രം മതി അരി കുതിർന്ന് കിട്ടാനായിട്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ അരി നല്ലതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മൾ കഴുകി വരുന്ന സമയത്ത് ഇതുപോലെ ഇതിൻ്റെ കളറൊക്കെ മാറി ഈ ഒരു കളറിലാണ് കിട്ടുന്നത്. ഇനി ഈ വെള്ളമെല്ലാം നമുക്ക് മാറ്റി ഒരു അരിപ്പയിലേക്ക് വെക്കാം. അപ്പം അരിയിലുള്ള വെള്ളമൊക്കെ അതാ വാർന്ന് നല്ല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകണം, അത്രയേ ഉള്ളൂ. ഒരുപാട് അങ്ങ് ഡ്രൈ ആവുകയൊന്നും വേണ്ട. ഇപ്പം അരിയിലുള്ള വെള്ളമൊക്കെ അതാ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ വെള്ളമൊക്കെ മാറ്റി അരിപ്പിൽ വെച്ചിരുന്ന അരി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കരുത്. ഇതുപോലെ കുറച്ചായിട്ട് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിലിനി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുതിർക്കാൻ വെച്ചത് കൊണ്ട് തന്നെ അരിയിൽ ആവശ്യത്തിന് വെള്ളം പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നല്ലതുപോലെ ഒന്ന് ഈ അരി പൊടിച്ചെടുക്കാം. ഇപ്പൊ അരി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കില്ലേ, ആ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ തരികളോട് കൂടി ഇതുപോലെ നമ്മൾ പുട്ടിന് പൊടിച്ചെടുക്കുന്നത് പോലെ പൊടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. നമ്മൾ അരി കുതിർത്തല്ലേ എടുത്തിട്ടുള്ളത്. ഈ മട്ട അരിക്ക് പകരം ഏത് അരിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി പൊടിച്ചെടുത്ത അരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം മട്ട അരിയെല്ലാം പൊടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേവിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു ഇഡലി തട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ കുഴികളിലും തേങ്ങ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ കുഴികളിലും തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. കുഴികളിലും അതുപോലെ തന്നെ ഈ സൈഡിലും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുഴികളിലും ഈ വശത്തൊക്കെ അങ്ങ് പുട്ടുപൊടി അങ്ങ് ഈ വശങ്ങളിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ കുഴികളിലും ഈ ഭാഗത്തും ഒക്കെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കുക. തേങ്ങ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലും കൂടി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അടുത്ത തട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ പുട്ടുപൊടി നിറച്ച ഇഡലി തട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആവിയേറ്റ് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ 2 തട്ടിൽ കറക്റ്റാണ് നമ്മൾ എടുത്ത അരി പൊടിച്ചത്. 1 കപ്പ് അരിക്ക് 2 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ആവിയേറ്റി വേവിച്ചിട്ടെടുക്കാം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മളിത് ആവിയേറ്റി വേവിക്കാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. ഇഡലി ചെമ്പിൽ നിന്നും ഈ ഇഡലി തട്ടെടുത്ത് പുറത്ത് മാറ്റി വെച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ആ ഒരു സമയം കൊണ്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ 5-6 വെളുത്തുള്ളി അല്ലികൾ ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാകും. പച്ചമുളക് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം സൈസ് 2 സവാളയാണ്. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും. ഇതുപോലെ പൊടി പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഈ സവാള എല്ലാം ഒന്ന് വയന്ന് വരണം, അതുവരെയും ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിൽ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, എരിവ് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇതുപോലെ പൊടിച്ചെടുത്തതാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വലിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ മസാലയോ മട്ടൻ മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പൊടികളെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. അപ്പോൾ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പച്ചപ്പട്ടാണി എടുത്തിട്ടുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ കുറച്ചും കൂടെ ഇഷ്ടം കൂടുതലായിരിക്കും. പച്ചപ്പട്ടാണി ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അതൊക്കെ കുറച്ച് പാടാണ്. പച്ചപ്പട്ടാണിയൊന്നും കടയിൽ വാങ്ങാൻ കിട്ടും, വലിയ വിലയൊന്നും ആവില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് വാടി വരണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അരിയിൽ നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ തക്കാളിയും ഈ ക്യാരറ്റൊക്കെ വെന്ത് വരണം. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ അടുത്തത് മാറ്റി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഇനി കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചു കൊടുത്താൽ മതി. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി. ചെറിയൊരു ചൂടേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തക്കാളിയൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടിക്കോളും. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയോ കറിവേപ്പിലയോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുഴുങ്ങിയെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത മുട്ടയാണ്. 1-2 ചേർത്ത് കൊടുക്കുക.
അപ്പോൾ മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഒഴിവാക്കാം, ബാക്കിയെല്ലാം അതുപോലെ ചെയ്തിട്ടെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ സോയ ഫ്രൈ ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കനോ മട്ടനോ ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവിയേറ്റി വേവിച്ചെടുത്തിട്ട് കൈകൊണ്ട് പൊടിച്ചെടുത്ത പുട്ടുപൊടിയെല്ലാം ഇതിലേക്കാക്കി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, മാത്രമല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്നും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുന്നവർക്ക് ഇതുപോലെ മട്ടാരി വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ടിഫിൻ ബോക്സിലൊക്കെ അടച്ച് കഴിക്കാൻ കൊടുത്തു വിടാവുന്നതാണ്. നല്ല പൊള്ളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഇനി റേഷൻ കടയിൽ നിന്നും മട്ടയരി വാങ്ങുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി നോക്കുക. ഇത് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കുറച്ച് എണ്ണയിലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ മട്ടരി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്